നാളെ തന്നെ വരാം. നാളെ എത്തുമോ? ഓക്കെ. നാളെ എപ്പോഴാ? വൈകിട്ടാണോ? വൈകിട്ടാകുമ്പോ ഇവിടെ വൈകിട്ട് വന്ന് അവിടെ സ്റ്റേ അടിക്കാമല്ലോ, കുഴപ്പമില്ലല്ലോ. ഇല്ല, ഇവിടെ പിന്നെ ആരും ഇല്ലല്ലോ. സ്റ്റേ അടിക്കാം. പുള്ളിക്കാരി എന്ത് ചെയ്യും? അമ്മായി അല്ല, ഒരു ദിവസം ഇങ്ങോട്ടേക്ക് ഇറങ്ങുന്നുണ്ടോ? അന്ന് പിന്നെ സംസാരിക്കാൻ പറ്റില്ലല്ലോ. എനിക്ക് ഭയങ്കര വിഷമായി. പിന്നെ സംസാരിക്കാൻ പറ്റാത്തോണ്ടേ. അവനുള്ളോണ്ട് പിന്നെ എങ്ങനെ സംസാരിക്കുന്ന ബുദ്ധിമുട്ടല്ലേ? അതെന്തോ തോന്നും. പിന്നെ കോൾ ഇടാനും പറ്റിയില്ല. ഞാനോർത്ത് പിന്നെ അവൻ പോട്ടെന്ന് ഓർത്ത് പോയി കഴിഞ്ഞ് വിളിക്കാമല്ലോ. ഉടനെ പോകുന്ന എനിക്ക് എന്നോട് പോകുന്ന ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ എനിക്ക് നീ അവിടെ തന്നെ കാണത്തില്ല. ഞാനിവിടെ പോവാൻ, എനിക്കും പോവാനുണ്ടായിരുന്നു. പിന്നെ ഞാൻ മടിച്ചു, മഴയായതുകൊണ്ട്. നല്ല തണുപ്പൊക്കെ അല്ലേ. എവിടെ പോണോ? പുറത്ത് പോണോ? 1-2 സ്ഥലത്ത് പോവാനുണ്ടായിരുന്നു. അപ്പൊ കാർ എനിക്ക് ഇത്ര ഓടിച്ച് പരിചയമില്ല. അത് പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്. നീ അന്ന് നമ്മുടെ കിഷോറിന്റെ കല്യാണത്തിന് ഒരു ഔട്ട്ഫിറ്റ് ഇട്ടില്ലേ? നല്ല രസമായിരുന്നു. ഞാൻ കാണുമ്പോ ഇങ്ങനെ പറയാൻ ഓർത്ത്. അപ്പൊ എനിക്കത് കുറെ അങ്ങനത്തെ കുറെ ഡ്രസ്സ് എടുക്കാൻ നല്ലതായിരിക്കും. നല്ല ഔട്ട്ഫിറ്റ്. എനിക്ക് ഭയങ്കര വിഷമായി. പിന്നെ സംസാരിക്കാൻ പറ്റാത്തോണ്ടേ. അങ്ങനെ പറഞ്ഞ അതിപ്പോ എല്ലാവർക്കും ഇഷ്ടമാണ്. ഇങ്ങനെ എല്ലാരെയും സെപ്പറേറ്റ് വിളിച്ചിട്ട് കൊടുക്കും. ഞാൻ കുറച്ച് നിനക്ക് മാത്രമേ കണ്ടിട്ടുള്ളായിരിക്കും. ഇല്ല, നല്ല കുറെ ചെയ്യിപ്പിക്കത്തൊന്നുമില്ല. പിന്നെ ചില ഇതില് സപ്പോർട്ട് തന്നേ പറ്റും. നമ്മളെ ബോഡി സപ്പോർട്ട് ചെയ്തിട്ട് ചില ഇതോ ചെയ്യാനുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ സാറ് ചെയ്തുതരാറ്. ഇങ്ങനെ പൊക്കിയിട്ട് മുകളിലേക്ക് പൊക്കിയിട്ടുള്ള ഇതില്ലേ ഒരു ചെയ്യേണ്ട യോഗയിൽ. അപ്പോ അതിനൊക്കെ ഇങ്ങനെ ടൈറ്റുള്ള ഡ്രസ്സ് ഇടുന്നേക്ക് നല്ലതെന്ന് പറഞ്ഞു. അതായിരിക്കും ചെയ്യാൻ എളുപ്പം. ഓഫ്ലൈനാകുമ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, ഫ്രീഡം ഉണ്ടാവില്ല. ഇത് നോക്കണം, എങ്ങനെയുണ്ട് നോക്കട്ടെ. അതാകുമ്പം